പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ ധീരമായി സ്തുതിക്കുന്നു. ECNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും ജീവനുള്ള ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് ചില നിമിഷങ്ങൾ ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച ഒരുവനാകുന്ന ദൈവത്തിൻ്റെ കരുണയും കൃപയും ഓർത്ത് ദൈവത്തെ ധീരമായി സ്തുതിക്കുന്നു. നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ ദൈവം ആർ എന്ന ഹെഡിങ്ങോടുകൂടിയാണ് ഞാൻ കഴിഞ്ഞ ചില നാളുകൾ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും അതേ വിഷയത്തിൻ്റെ 9ാമത്തെ ഭാഗമാണ് നിങ്ങളുമായിട്ട് കൈമാറുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരുന്ന വിഷയമാണ് ദൈവം ആർ എന്ന വിഷയം. നമ്മുടെ ദൈവത്തെക്കുറിച്ച് എത്ര പഠിച്ചാലും തീരുകയില്ല. അത്രമാത്രം ആഴമായ വിഷയമാണ് ദൈവം എന്നത്. അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനാണ്. ആത്മാവും അദൃശ്യനുമായ ദൈവമാണല്ലോ. അവനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി പഠിച്ച് തീർക്കുവാനായിട്ട് സാധ്യമല്ല. എങ്കിലും നമ്മുടെ എളിയ അറിവിന് അനുസരണമായിട്ട് ചില വസ്തുതകൾ മറ്റുള്ളവരോടും സംസാരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വിഷയം വീണ്ടും നിങ്ങളുടെ മുൻപാകെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ദൈവത്തെക്കുറിച്ച് അറിയേണ്ട പോലെ അറിയുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. നാം സേവിക്കുന്ന ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ലാതെ അവനെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. അവനെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്ത വിശ്വാസവും ആരാധനയും ഒക്കെ വെറും ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കാറ്റിനോട് സംസാരിക്കുന്നവർ എന്ന പോലെയാകും അത്തരത്തിലുള്ളതായ ആരാധനകളും വിശ്വാസമൊക്കെ എന്ന് തിരുവചനത്തിലൂടെ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ പഠിക്കുവാൻ കഴിയും. ദൈവത്തെ അറിഞ്ഞ് അവനെ നാം വിശ്വസിക്കണമെന്നാണ് അവൻ നമ്മോട് സംസാരിക്കുന്നത്. ദൈവത്തെ അറിയേണ്ട പോലെ അറിയണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ അവനെ അറിയേണ്ട പോലെ അറിയുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ മാനുഷികമാകുന്ന കാഴ്ചപ്പാടുകളിലൂടെ, മനുഷ്യൻ്റെ പരിമിതമാകുന്ന അറിവുകളിലൂടെ ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് യാതൊന്നും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ദൈവത്താൽ ലഭിക്കപ്പെടുന്നതായ ആത്മാവിൻ്റെ ആലോചനകൾ അനുസരിച്ച് ദൈവത്തെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് അവനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്ന് തിരുവചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇന്ന് ഈ വൈകിയ സമയത്തും നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടെ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു.
പ്രാർത്ഥനയോടെ നമുക്ക് വചനം പരിശോധിക്കാം. പലവിധ കാഴ്ചപ്പാടുകളിലൂടെയാണ് അനേകരും ദൈവത്തെ വീക്ഷിക്കുന്നത്. എന്നാൽ തിരുവെഴുത്തുകൾ എന്തു പറയുന്നു എന്ന് നാം ശരിക്കും പരിശോധിച്ച് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ആലോചനകൾ നമ്മുടെ വിശ്വാസത്തിൽ കൊണ്ടുവരുന്നു എങ്കിൽ അത് നമുക്ക് ഏറ്റവും അനുഗ്രഹവും സന്തോഷമായി തീരും. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥനയോടെ ചില വേദഭാഗങ്ങൾ ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടുകയാണ്. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ഈ കാലങ്ങൾ വളരെ പ്രതികൂലമാകുന്ന, ആത്മീയ ജീവിതത്തിന് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. ലോകം മുഴുവനും വ്യാജ ഉപദേശങ്ങൾ കൊണ്ടും വ്യാജ ഉപദേഷ്ടാക്കന്മാരെ കൊണ്ടും നിറഞ്ഞു വരികയാണ്. സത്യമേതെന്ന് ഒരു സത്യാന്വേഷിക്ക് പോലും മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ വ്യാജ പ്രചരണങ്ങളും ഉപദേശങ്ങളുമൊക്കെ ശത്രു മനുഷ്യരിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. സകല ആളുകളും ഒരുപോലെ അവകാശപ്പെടുന്നു, ഞങ്ങൾ പറയുന്നതാണ് സത്യം, ഞങ്ങൾ പറയുന്നതായ മാർഗത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ഓരോരോ സംഘടനാ നേതൃത്വത്തിൽ നിൽക്കുന്നതായ ആളുകൾ വിളിച്ചു കൂവുകയാണ്. എന്നാൽ സംഘടനകളോ മാനുഷികമാകുന്ന ഉപദേശങ്ങളോ എന്ന് പറയുന്നു എന്നുള്ളതല്ല ഒരു സത്യാന്വേഷിക്ക് ആവശ്യമായിരിക്കുന്നത്. സത്യവേദ പുസ്തകം എന്താണ് നമ്മുടെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് നാം വായിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിത്യതയിൽ നമുക്ക് സ്ഥാനം ലഭിക്കുക എന്നുള്ളതാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്ന് ഈ സമയത്ത് തിരുവചനത്തിൽ നിന്നും ചില സത്യങ്ങൾ, നാം അന്വേഷിക്കുന്ന സത്യദൈവത്തെക്കുറിച്ചുള്ളതായ സത്യങ്ങൾ നാം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായി ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗം പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല. സ്തോത്രം. ദൈവം ആർ എന്ന വിഷയമാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. അതിന് ആധാരമായിട്ടുള്ള തിരുവെഴുത്തുകളിൽ നിന്നുള്ളതായ ചില തെളിവുകളാണ് നാം ഇവിടെ തിരഞ്ഞെടുത്ത് സംസാരിക്കുവാനിടയായിത്തീരുന്നത്. യെശയ്യാ പ്രവാചകൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ അനേകം വേദഭാഗങ്ങളുണ്ട്. അതിൽ ഒരു വേദഭാഗമാണ് ഇപ്പോൾ വായിക്കുവാനിടയായിത്തീർന്നു. ഇസ്രായേലിന്റെ രാജാവായ യഹോവ. ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് അവൻ നിത്യരാജാവാണ്. നിത്യത മുതൽ അവൻ രാജാവ് തന്നെയാണ്.
രാജാവ് സകലത്തെയും ഭരിക്കുന്ന ഭരണാധികാരിയാണ്. സകലത്തിൻ്റെയും ഭരണാധികാരിയാണ് നാം വിശ്വസിക്കുന്നവനായ നമ്മുടെ ദൈവം. ആ ദൈവം ഇസ്രായേലിൻ്റെയും രാജാവാണ് എന്നിവിടെ തിരുവെഴുത്തുകളിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. തന്നെയുമല്ല, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ എന്നാണ്. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെ, സ്തോത്രം, അബ്രഹാമിൻ്റെ ചില പ്രതികൂല ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജനത്തെ, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയെ അവർ അന്യദേശത്തെ അടിമകളായി പാർക്കുവാൻ തക്കവണ്ണം ദൈവം അയക്കുവാനിടയായി തീർന്നു. 630 സംവത്സരത്തെ അടിമ ജീവിതത്തിന് ശേഷം അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ നിർദ്ദേശം. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ അഥവാ അബ്രഹാമിൻ്റെ മക്കളുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് അവരെ അവിടെ നിന്നും കർത്താവ് വീണ്ടെടുത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. അവൻ വീണ്ടെടുത്തു എന്ന് പറയുമ്പോൾ, സ്തോത്രം, അവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഒരു കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി എന്ന നിലയിൽ ഊനമില്ലാത്ത ആടിനെ അറുത്ത് അതിൻ്റെ രക്തം തങ്ങൾ പാർക്കുന്ന ഭവനത്തിൻ്റെ കട്ടളക്കാലിൽ 2 കുറുമ്പടിമേലും തളിച്ച ശേഷം സംഹാരദൂതൻ്റെ ആ ശിക്ഷാവിധിയിൽ നിന്നും രക്ഷപ്രാപിച്ച് കടന്നു വന്നവരാണ് ഇസ്രായേൽ ജനം എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. യഹോവയായ ദൈവമാണ് അവനെ വീണ്ടെടുത്ത് കൊണ്ടുവരുവാനിടയായി തീരുന്നത്. അവനാണ് ഇസ്രായേലിനോട് സംസാരിക്കുന്നത്. ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവത്തെ സംബന്ധിച്ച് വ്യത്യസ്തമാകുന്ന നിലയിലുള്ളതായ പഠിപ്പിക്കലുകൾ ലോകവ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ദൈവം ഏകനാണ് എന്ന് സകലത്തെയും ഉളവാക്കിയ സർവശക്തനായ ദൈവം ആവർത്തിച്ച് വചനത്തിൽ പലയിടങ്ങളിലായിട്ട് അവൻ സംസാരിച്ചിരിക്കുമ്പോൾ, പ്രവാചകന്മാർ മുഖാന്തിരവും അപ്പോസ്തലന്മാർ മുഖാന്തിരവും ന്യായപ്രമാണ കാലഘട്ടത്തിലുണ്ടായിരുന്ന വിശുദ്ധന്മാർ മുഖാന്തിരമൊക്കെ അവൻ ആവർത്തിച്ച് സംസാരിക്കുമ്പോഴും, എന്നാൽ ദൈവം ഏകനല്ല എന്ന് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ളതായ ദുരാലോചനകൾ നൽകി ജനത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന വഞ്ചകന്മാരായി ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. അങ്ങനെ മറ്റുള്ളവർ എന്ത് സംസാരിക്കുന്നു എന്നതല്ല നമ്മുടെ മുഖ്യ വിഷയം. കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമ്മോട് എന്ത് സംസാരിക്കുന്നു എന്നുള്ളതാണ് നാം മുഖ്യമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതിനനുസരിച്ച് നാം ദൈവത്തെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ, സ്തോത്രം, അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇല്ല എങ്കിൽ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ട് സത്യമായിട്ട് നാം അറിയണം എന്നാഗ്രഹിച്ചുകൊണ്ട് തിരുവചനത്തിൻ്റെ സത്യങ്ങൾ നിങ്ങളോട് സംസാരിക്കുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ
ഒന്നാമത്തെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. പ്രിയമുള്ള ദൈവമക്കളെ, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. പിതാവായ ഏക ദൈവം എന്ന് പറയുമ്പോൾ പിതാവ് എന്നുദ്ദേശിക്കുന്നത് സകലത്തിൻ്റെയും സൃഷ്ടാവ് എന്ന നിലയിലാണ് പിതാവ് എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നാം ഇന്ന് കാണുന്നതും നമുക്ക് കാണാൻ കഴിയാത്തതുമായ സകലതും സൃഷ്ടിച്ച സൃഷ്ടാവാണ് പിതാവായ ദൈവം. അവൻ ഒരുവൻ മാത്രമാണ്. സകലത്തെയും സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനാകുന്നു. ദൈവം ഒഴികെ ഈ ഭൂതലത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം കാരണഭൂതനവനാണ്. അതുകൊണ്ട് നാം അവനായി ജീവിക്കേണ്ടതാകുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ആ ഏക സത്യ ദൈവത്തിന് വേണ്ടി ജീവിക്കാം. പിന്നീട് നമ്മൾ അവിടെ കാണുന്നത് യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, യേശു ക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ രക്ഷകൻ. പാപത്തിൽ വീണ് നശിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മക്കളെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനായി, ഒരു രക്ഷകനായി നമുക്ക് വേണ്ടി കടന്നു വന്നവനാണ് സർവശക്തനായ ദൈവം. ജഡത്തിൽ വെളിപ്പെട്ട് നമ്മുടെ മുൻപാകെ കടന്നു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടെ നമ്മൾ അടുത്ത ഭാഗം വായിക്കുന്ന, അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ മുഖാന്തരമാണ് സകലതും. യേശു ക്രിസ്തു മുഖാന്തരമാണ് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സകലതും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അവൻ മുഖാന്തരമാണ്. നാമും അവൻ മുഖാന്തരമുള്ളവരാണ് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ അറിവ് എല്ലാവർക്കും ഇല്ല എന്നും അവിടെ വചനം പഠിപ്പിക്കുന്നു. കാരണം ഈ സത്യം അറിയണമെങ്കിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, ദൈവാത്മാവ് ഈ വസ്തുത മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാതിരിക്കുന്നിടത്തോളം കാലം ഈ സത്യം ആർക്കും ഗ്രഹിക്കുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ആ സപ്പോർട്ടില്ലാതെ ദൈവത്തെക്കുറിച്ച് വേണ്ട വിധത്തിൽ അറിയുവാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നത്, എന്നാൽ എല്ലാവർക്കും ഈ അറിവില്ല എന്ന് പറയുമ്പോൾ, സ്തോത്രം, കുറച്ചാളുകൾ ഈ സത്യം മനസ്സിലാക്കുന്നു, എന്നാൽ ചിലർക്ക് ഈ സത്യം വെളിപ്പെട്ടിട്ടില്ല, അറിയുവാൻ കഴിയുന്നതുമില്ല. സ്തോത്രം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത്, യഹോവേ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ. യഹോവയ്ക്ക് തുല്യനായിട്ട് ആരുമില്ല. ചിലരൊക്കെ പറയുന്നു വേറെ ചിലരും കൂടെയുണ്ട്, ഇടത്തുണ്ട്, വലത്തുണ്ട്, മുമ്പിലുണ്ട്, പിമ്പിലുണ്ട് എന്നൊക്കെ ചിലർ അവകാശപ്പെടുന്നു. പക്ഷെ വേദപുസ്തകത്തിൽ അങ്ങനെയില്ല.
നിനക്ക് തുല്യനായിട്ട് ആരുമില്ല. നീ വിശുദ്ധിയിൽ മഹിമയുള്ളവനാണ്. സ്തുതികളിൽ അതിഭയങ്കരനായി വസിക്കുന്നവനാണ്. നീ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. നിനക്ക് തുല്യൻ ആരുമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവം എന്നത് എപ്പോഴും അവൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഇരിക്കുന്നതും അനാദ്യനായി സ്ഥിതി ചെയ്യുന്നവനുമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. കൂടാതെ സകലത്തിനും അവൻ കാരണഭൂതനാണ്. അവൻ ജീവനുള്ള സത്തയാണ്. അപ്രമേയനും മാറ്റമില്ലാത്തവനുമാണ്. നിത്യനും അദൃശ്യനും ആത്മാവും മറഞ്ഞിരിക്കുന്നവനും എന്നാൽ സ്വയം തന്നെ വെളിപ്പെടുത്തുന്നവനുമാകുന്നു എന്ന് നമുക്ക് അവനെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ നമുക്ക് ഒന്നും അറിയുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ഒന്നും തന്നെ മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കുവാൻ കഴിയുകയുമില്ല. അതിന് ദൈവകൃപയാണ് അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 145-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു. അവൻ്റെ മഹിമ അഗോചരമത്രേ എന്ന് കാണുവാൻ കഴിയുന്നു. യഹോവയാണ് ഏറ്റവും വലിയവൻ. അവൻ്റെ വലിപ്പം എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് മാനുഷിക അളവുകോൽ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. ആത്മാവും അദൃശ്യനുമായ ദൈവം സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവനാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെ ഉണ്ട്, പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെ ഉണ്ട്, ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ ആഴത്തിൽ അറ്റത്ത് പോയി പാർത്താൽ അവിടെയും നിന്റെ സാന്നിധ്യം എന്നെ നടത്തുന്നു എന്നാണ്. അത്രമാത്രം ബൃഹത്തായ വലിമയേറിയ, ആർക്കും സ്വതന്ത്രം അവനെക്കുറിച്ച് ഒരു പുനർനിർണയം നടത്തുവാൻ കഴിയാത്ത നിലയിൽ അത്ര ഭയങ്കരനാണ്. അവൻ്റെ മഹിമ അഗോചരമത്രേ. ഒരു കണ്ണുകൾക്കും കാണുവാൻ കഴിയാത്ത നിലയിലുള്ളതായ ഒരവസ്ഥയിലൂടെയാണ് ദൈവം നിലകൊള്ളുന്നത് എന്ന് ദൈവവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. അത് മാനുഷികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്ക് അപ്പുറമാണ് എന്ന കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമേ അതിൻ്റെ വസ്തുതകളെ തിരിച്ചറിയുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. 139-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുകയാണ്: ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പരിജ്ഞാനം എനിക്ക് വളരെ അത്യത്ഭുതമാകുന്നു. ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം അതെനിക്ക് വേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാൻ കഴിയാതെ വണ്ണം അത് ഏറ്റവും ഉന്നതമായിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഥാർത്ഥമായ ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണമായ ഒരു നിർവചനം നമുക്ക് പറയുവാൻ കഴിയുന്നതല്ല. എന്നാൽ നിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ എല്ലാം ദൈവത്തെക്കുറിച്ചുള്ള പഠനമാണ് യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ ഏക സത്യദൈവം യേശുക്രിസ്തുവാണ് എന്ന്
വളരെ വ്യക്തമായിട്ടും നമുക്ക് തിരുവചനങ്ങളിലൂടെ, തിരുവചനത്തിലെ സത്യങ്ങൾ സ്തോത്രം നമ്മെ പഠിപ്പിക്കുന്നു. സ്തോത്രം. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. നിത്യതയും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവം സകലവും ചന്തമായിട്ടും ഉചിതമായിട്ടും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു എന്നും, നിത്യതയെ സംബന്ധിച്ചത് മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിക്കുവാൻ മനുഷ്യർക്ക് സാധ്യമല്ല എന്നും ഈ പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവം ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ അത് നിവർത്തിപ്പാൻ അവൻ ശക്തനാണ്. അതിന് മറ്റാരുടെയും സഹായം നമ്മുടെ ദൈവത്തിന് ആവശ്യമില്ല. അവൻ സർവശക്തനായ ദൈവമാണ്. യെശയ്യാവിന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു: ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല. ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ഞാനാണ് ദൈവം, ഞാൻ തന്നെയാണ് ദൈവം, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. ഞാൻ അനന്യനാണ്, ഒരിക്കലും മാറ്റമില്ലാത്തവൻ തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവൻ ആരുമില്ല. ഈ സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിയാതെ ലോകത്തിന്റെ മാർഗങ്ങളിൽ അഥവാ പിശാചിന്റെ വഴികളിൽ ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിക്കും ദൈവം വെച്ചിരിക്കുന്നതായ ന്യായവിധിയിൽ നിന്നും രക്ഷപ്രാപിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നും വിടുവിക്കുവാനും രക്ഷിക്കുവാനും കഴിയുന്ന ഒരുത്തനും ഭൂമിയിലില്ല. ഒരു ശക്തിക്കും അത് കഴിയുകയില്ല. ദൈവം പറയുന്നു, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും. ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയുവാൻ ഈ പൈശാചിക ശക്തികൾക്ക് ഒന്നിനും കഴിയുകയില്ല. തിരുവചനത്തിന്റെ സത്യത്തിന് വിരോധമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഇപ്പോൾ അതൊക്കെ വളരെ മാന്യമാണെന്ന് ചിന്തിച്ചുകൊണ്ട് മാന്യന്മാരായി പ്രവർത്തിക്കുന്ന ദുരുപദേഷ്ടാക്കന്മാർ, വ്യാജ ഉപദേശം പ്രചരിപ്പിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും മനസ്സിലാക്കിക്കൊള്ളണം. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിൽ നിങ്ങൾ വീഴും. അവന്റെ കരങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ ഈ ലോകത്തിന്റെ യാതൊരു ശക്തികൾക്കും സാധ്യമല്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സത്യദൈവത്തെക്കുറിച്ച് അറിയേണ്ടും പോലെ അറിഞ്ഞ് സത്യത്തിന് വേണ്ടി നിലകൊള്ളുക, നിത്യത അവകാശമാക്കുക ഓരോ ദൈവ പൈതലിനും അത്യന്താപേക്ഷിതമായിരിക്കുന്നൊരു കാര്യം അതാണ്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നതിനെ തടുക്കുവാനോ അവൻ വളച്ചതിനെ നിവർത്തിക്കുവാനോ ആർക്കും കഴിയുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അവൻ ധന്യനായ ഏക പരമാധികാരിയാകുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തിമോത്തിയോസിന്റെ 1-ാമത്തെ ലേഖനം 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യഭാഗങ്ങൾ നമുക്ക് വായിക്കാം.
ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ധന്യനായ ഏക അധിപതി, അവൻ രാജാവാണ്, കർത്താവാണ്. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. സ്തോത്രം. അവൻ ആധിപത്യം അവന്റെ തോളിലാണ് ഇരിക്കുന്നത്. പ്രവാചകൻ പറയുന്നത് അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാനത്തിന്റെ പ്രഭുവാണ്. സ്തോത്രം. സകല ആധിപത്യവും വഹിക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. ഭൂതലത്തിലുള്ളതായ സകല രാജാക്കന്മാരുടെ മേലും അധികാരമുള്ള ആ പരമാധികാരിയായിരിക്കുന്ന രാജാവാണ് യേശു ക്രിസ്തു. അവൻ ഭൂതലത്തിലുള്ള സകല കർത്താക്കന്മാരുടെയും കർത്താവാണ്. താൻ മാത്രം അമർത്യതയുള്ളവൻ, മർത്യനല്ലാത്തവൻ, മാനുഷികമായുള്ളവനല്ലാത്തവൻ, ദൈവം എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ കാണാൻ കഴിയുന്നു. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നർത്ഥം. മനുഷ്യരാരും അവനെ കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. പക്ഷേ അതിൻ്റെ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും എന്ന് കാണുവാൻ കഴിയുന്നു. അവനെ മറ്റുള്ളവർക്ക് കാണത്തക്ക വിധത്തിൽ പ്രത്യക്ഷത വരുത്തണം എന്ന് അവനിച്ഛിക്കുമ്പോൾ, അവനാഗ്രഹിക്കുമ്പോൾ ആ പ്രത്യക്ഷത വരുത്തും എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ധന്യനായ ഏകാധിപതിക്ക്, രാജാതിരാജാവിന്, കർത്താവിന്, അമർത്യതയുള്ളവന്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവന്, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് പ്രത്യക്ഷത വരുത്തുന്നതായ ദൈവത്തിന് ബഹുമാനവും നിത്യബലവും കൊടുക്കേണ്ടത് മനുഷ്യന്റെ കർത്തവ്യമാണ്. അങ്ങനെ അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ എന്ന് ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അവനെ ആ വിധത്തിൽ മാനിക്കുവാൻ ആർക്ക് ഭൂതലത്തിൽ കഴിയുമോ അവർക്ക് മാത്രമാണ് ദൈവാനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ടും പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, സഹപ്രവർത്തകർ, വിശ്വാസികൾ, എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. ദൈവത്തെക്കുറിച്ച് സത്യമായിട്ട് അറിയുന്നവരായിരിക്കണം. അവനെ അറിഞ്ഞ് വിശ്വസിക്കുകയും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് അവന് കൊടുക്കേണ്ടുന്ന സകല ബഹുമാനവും, അവന് കൊടുക്കേണ്ടുന്നതായ മാനവും കൊടുത്ത് അവനെ സേവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. ദൈവത്തിൻ്റെ സത്യസന്ധതയ്ക്കും വിശ്വസ്തതയ്ക്കും ഒരിക്കലും ഭംഗം വരികയില്ല. അവൻ്റെ സത്തയിലും സാരാംശത്തിലും ഉണ്മയിലും അസ്തിത്വത്തിലും വിഭജിക്കപ്പെടുവാൻ കഴിയാത്ത നിസ്തുല്യതയാണ് ദൈവം നൽകിയിരിക്കുന്നത്, തനിക്കുള്ളത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയിലൂടെ അല്ല എങ്കിൽ
ദൈവമല്ലാതെ വരും എന്നാണ് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് നമ്മുടെ ദൈവം സ്തോത്രം എല്ലാറ്റിനും എല്ലാമാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. അവനാണ് നിത്യ ബഹുമാനവും ബലവും നൽകേണ്ടത്. അവനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് തിരുവചനം നമ്മെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തനങ്ങൾ 50-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യഭാഗം ഇങ്ങനെ നാം വായിക്കുന്നു: എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായി ഞാൻ നിന്റെ ദൈവമാകുന്നു. ഇസ്രായേലിനോട് മാത്രമല്ല, ഭൂതലത്തിലെങ്ങുമുള്ള സകല ജനത്തോടും സംസാരിക്കുകയാണ് കർത്താവ്. ഇസ്രായേലേ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായി ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, വലിയൊരു കൂട്ടം ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സ്തോത്രം ആടുകളുടെ വേഷം ധരിച്ചുകൊണ്ട്, കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ, തിരുവചനത്തിൻ്റെ സത്യത്തിന് വിരുദ്ധമായിട്ട് നിലപാടുകൾ എടുത്തുകൊണ്ട് അനേക അജ്ഞാനികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ സ്തോത്രം നശിപ്പിച്ചു കളയത്തക്ക വിധത്തിൽ സ്തോത്രം ഇത്തരക്കാരുടെ ലോകപരിചയവും വിദ്യാസമ്പന്നതയും സാമ്പത്തിക കഴിവുകളും മറ്റുള്ള ഭൗതികമാകുന്ന ആ പ്രൗഢിയൊക്കെ വെച്ചുകൊണ്ട് അനേക പ്രിയപ്പെട്ടവരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം സത്യദൈവത്തെ സംബന്ധിച്ച് അറിയേണ്ടും പോലെ അറിയുവാൻ പലർക്കും കഴിയുന്നില്ല. പലരും അതിന് തടസ്സമായി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവം ഏക സത്യദൈവമാണ്. ന്യായപ്രമാണ യുഗത്തിലും കൃപായുഗത്തിലും നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ. പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നവൻ തന്നെയാണ് ഈ കൃപായുഗത്തിലെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു എന്ന് തിരുവെഴുത്തുകൾ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അവനെക്കുറിച്ച് പല നിലകളിലുള്ളതായ സംശയങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ലോകത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ ശരിയായ നിലയിൽ ദൈവത്തെക്കുറിച്ച് പഠിക്കുവാൻ കഴിയണമെങ്കിൽ ദൈവാത്മാവിൻ്റെ സഹായം അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധാത്മാവ് ഒരുവന് ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി തീർന്നാൽ മാത്രമേ ദൈവവചനത്തിൽ അന്തർലീനമായി കിടക്കുന്ന അന്തസത്തയെ ഗ്രഹിക്കുവാനായിട്ട് ജനത്തിന് കഴിയുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരുവന് ലഭിക്കണമെങ്കിൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് അവൻ മാനസാന്തരം ഉള്ളവനായിരിക്കണം. ഈ ലോകത്തിൻ്റെ യാതൊരു വിധമാകുന്ന മഹിമയും കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. ഏതെങ്കിലും സഭാ സംഘടനയുടെ നേതാവായിരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ ലഭിക്കുകയില്ല. എത്ര വിദ്യാഭ്യാസമുള്ളവനായിരുന്നാലും അറിവുള്ളവനായിരുന്നാലും കഴിവുള്ളവനായിരുന്നാലും സ്തോത്രം എത്ര ഭംഗിയായി പ്രസംഗിക്കുവാൻ കഴിവുള്ളവനായിരുന്നാലും മാനസാന്തരമില്ലാത്ത ഒരു വ്യക്തിക്ക്
യാതൊരു കാരണവശാലും ദൈവാത്മാവിൻ്റെ നിസ്തുല്യമായിട്ടുള്ള ആ ഉപദേശ സത്യത്തെ ഗ്രഹിക്കുവാൻ സാധ്യമല്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യഭാഗത്തിൽ വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ പെന്തക്കോസ്ത് നാളിൽ ദൈവസഭയ്ക്ക് നൽകിയ ഒരു ഉപദേശമുണ്ട്. അതാണ് അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത്. അടിസ്ഥാന ഉപദേശം ലംഘിച്ചുകൊണ്ട് ഇന്ന് ധാരാളം ആളുകൾ മാനുഷികമായിട്ടുള്ള ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് ദൈവവചനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു. അടിസ്ഥാനത്തിൽ നിന്നുള്ളതായ പണിയാണ് നിലനിൽക്കുന്നത്. സ്തോത്രം. ആ അടിസ്ഥാനക്കല്ലും മൂലക്കല്ലും ഇല്ലാതെ ഉള്ള പണി മണലിന്മേൽ പണിയുന്ന വീടിന് സമമായിരിക്കുമെന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മണലിന്മേൽ വീട് പണിയുന്നവന്റെ വീടിനെ സംബന്ധിച്ചും പാറമേൽ പണിയുന്ന വീടിനെ സംബന്ധിച്ചും തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പാറമേൽ പണിയുന്ന വീട് ഉറപ്പുള്ള സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നതിനാൽ ഏത് പ്രതികൂലം കടന്നു വന്നിരുന്നാലും, ഏത് പെരുങ്കാറ്റോ കൊടുങ്കാറ്റോ ഉണ്ടായാലും അതിന് വീഴ്ച സംഭവിക്കുകയില്ല. മണലിന്മേലാണ് വീട് പണിതിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതികൂല കാറ്റ് വീശുമ്പോൾ ആ വീടിന് ഉലച്ചിലുണ്ടാകുമെന്നാണ് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയമുള്ള ശ്രോതാക്കളെ, ഇവിടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വിശുദ്ധ പത്രോസിലൂടെ സഭയ്ക്ക് നൽകിയ അടിസ്ഥാന ഉപദേശം ഇങ്ങനെയാണ്. കേൾവിക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിലും എല്ലാവരും അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതും വസ്തുതയാണ്. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ ദൈവവചനത്തിന്റെ അന്തസത്തയെ മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് ഒരുവന് ലഭിക്കണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട വ്യക്തി തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് സ്നാനപ്പെട്ടു എന്നതുകൊണ്ട് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതായ സ്നാനമാകുന്നില്ല. അനേക നിലകളിലുള്ളതായ സ്നാനം ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ദൈവം തൻ്റെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരേ ഒരു സ്നാനമാണ് മാനസാന്തരപ്പെട്ടവൻ പാപങ്ങൾ മോചിച്ച് കിട്ടേണ്ടതിന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക എന്നത്. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവ് ലഭിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ലഭിക്കാത്ത ഒരു വ്യക്തി വേദപുസ്തകത്തിലെ ചരിത്രങ്ങളോ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ അവർക്ക് കഴിയും. പക്ഷേ ദൈവാത്മാവിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കുവാൻ ഒരുവനും കഴിയുകയില്ല എന്നുള്ളതായ വസ്തുത മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുക, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കാതെ വണ്ണം ദൈവവചനത്തിന്റെ വസ്തുതകൾ തിരിച്ചറിയുവാൻ ആർക്കും കഴിയുന്നതല്ല. ഇവിടെ അതിൻ്റെ 39-ാമത്തെ വാക്യഭാഗത്തിൽ പറയുന്നു, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. ഈ ഉപദേശം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്ന ഉപദേശമല്ല. യഹൂദന്മാരോട് പറഞ്ഞ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും
നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുമുള്ള കൽപ്പനയാണിത്. എന്ന് പറഞ്ഞാൽ ജാതികൾക്കും എല്ലാവർക്കും ദൈവം വച്ചിരിക്കുന്ന ഒരു കൽപ്പനയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുവാൻ സകലരും തയ്യാറായിക്കൊള്ളുക. നമ്മുടെ കർത്താവ് വരാറായി. അതിൻ്റെ മാറ്റൊലികളാണ് നാം ലോകത്തിൽ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അധികം താമസിയാതെ അവൻ്റെ കാഹള ശബ്ദം മുഴങ്ങും. അവൻ്റെ കാഹള ശബ്ദത്തിങ്കൽ നാം അവൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായി തീരണമെങ്കിൽ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ഗ്രഹിക്കുക. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവിക സമയത്ത് അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ ഇളയവന് ലഭിച്ച കൃപയോർത്ത് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. അവസരം തന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഏഴയെ ബലപ്പെടുത്തിയ എൻ്റെ സർവോലമനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ വാക്കുകളെ നിർത്തും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ സ്വർഗം സഹായിച്ച കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇളയവൻ സംസാരിക്കപ്പെട്ട വിഷയം ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. അനേകായിരങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നാശത്തിൻ്റെ വഴികളെ വിട്ട് നിത്യരക്ഷയുടെ മാർഗം തിരഞ്ഞെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇത് മുഖാന്തരം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. നീ ചെയ്ത സകല നന്മകൾക്കും ഉപകാരങ്ങൾക്കും സ്തോത്രം. ഈ ഗ്രൂപ്പിനെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും അനുഗ്രഹിച്ചാട്ട് ഏഴയെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. സകല മഹത്വപനിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ തരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.